നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തൊക്കെ ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ ഉള്ളതാണ്. അതായത് കണ്ടീഷനൊക്കെ ഈക്വൽ ടു സീറോ ആയിരിക്കും. അതിപ്പോൾ പിന്നെ വൈ ഓഫ് സീറോ ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ വൈ ഓഫ് വൺ ഈക്വൽ ടു സീറോ, എല്ലാം ഈക്വൽ ടു സീറോ ആണ്. അല്ലെങ്കിൽ വൈ ഓഫ് സീറോ ഈക്വൽ ടു സീറോ, വൈ ഡാഷ് ഓഫ് വൺ ഈക്വൽ ടു സീറോ, എല്ലാം ഈക്വൽ ടു സീറോ ആയിരിക്കും. അതാണ് ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ. ഇനി ചില പ്രോബ്ലത്തിൽ നോൺ ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ തരാം. അതായത് ഈ പറയുന്ന കണ്ടീഷൻ ഈ തരത്തിൽ ഈക്വൽ ടു സി, സീറോന് പകരം സി അല്ലെ ഡി, ഇത് രണ്ടും സീറോ ആവുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഒന്ന് സീറോ ഒന്ന് സീറോ അല്ലാണ്ടൊക്കെ വരാം. അതിനൊന്നും കുഴപ്പമില്ല. നോൺ ഹോമോജീനിയസ് പറഞ്ഞാൽ സി നോട്ട് ഈക്വൽ ടു സീറോ ഓർ ഡി നോട്ട് ഈക്വൽ ടു സീറോ ആയാൽ മതി. അതാണ് നോൺ ഹോമോജീനിയസ്. പിന്നെ അതുപോലെ ആൽഫ ബീറ്റ ഒക്കെ അറിയാലോ, രണ്ട് സീറോ ആവരുത്. അപ്പോൾ നമ്മൾ മിക്കവാറും പ്രോബ്ലത്തിൽ ഇപ്പോൾ ബീറ്റ സീറോ ആണെങ്കിൽ നമുക്ക് ആൽഫ വൺ ആണെങ്കിൽ വൈ ഓഫ് എ ഈക്വൽ ടു സി എന്ന രൂപത്തിൽ നമുക്ക് മിക്കവാറും പ്രോബ്ലം വരാം. ചിലപ്പോൾ ഇതിൽ ഇത് ചിലപ്പോൾ വൈ ഡാഷിൽ വരും ചിലത്. അപ്പോൾ എന്തായിരിക്കും ആൽഫ ഡാഷ് സീറോ ബീറ്റ ഡാഷ് വണ്ണ, വൈ ഡാഷ് ബി ഈക്വൽ ടു ഡി എന്ന രൂപത്തിലൊക്കെ തരാം. അപ്പോൾ ഇത് ആൽഫ ബീറ്റ ഇങ്ങനെ ഇത് പൊതുവായിട്ട് അങ്ങോട്ട് എഴുതുന്ന ഇതാണ് ബൗണ്ടറി കണ്ടീഷൻ. എന്ന് വെച്ചാൽ ഇത് രണ്ടും വരണമെന്നൊന്നുമില്ല. അങ്ങനെയുള്ള ബൗണ്ടറി കണ്ടീഷൻ വരുന്ന പ്രോബ്ലം നമുക്ക് റെയറായിട്ടേ വരും. അത് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇതുണ്ടാവും, ഏതെങ്കിലും ഒരു ഇതേ വരാം. ഒന്നെങ്കിൽ വൈ ഓഫ് അല്ലേ വൈ ഡാഷോ, അതുപോലെ ഒന്ന് വൈ ഓഫ് അല്ലേ വൈ ഡാഷോ ഈക്വൽ ടു രണ്ട് സീറോ ആവില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് നോൺ ഹോമോജീനിയസ് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള പ്രോബ്ലം. അപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതാണ്, കണ്ടീഷൻ ആദ്യം നോക്കണം. ഹോമോജീനിയസ് കണ്ടീഷൻ ആണെങ്കിൽ നേരത്തെ പോലെ ചെയ്താൽ മതി. പിന്നെ സോൾവ് ചെയ്യാനാണോ കൺവേർട്ട് ചെയ്യാനാണോ നോക്കിയിട്ട് ഫൈ സെലക്ട് ചെയ്താൽ മതി. എന്നാൽ നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ്. അവിടെ ഈ ഫൈ സെലക്ട് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. സോൾവ് ചെയ്യാനാണെങ്കിൽ സാധാരണ പോലെ ഫൈ നോട്ട് ഇൻവോൾവിങ് വൈ എടുക്കണം. പിന്നെ ഇൻ്റഗ്രേഷൻ കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഇൻവോൾവിങ് വൈ ആയിട്ട് എടുക്കണം ഫൈ. ഓക്കെ, അത് രണ്ടും ഒരേപോലെ തന്നെ. പക്ഷേ ഇതിന് മെത്തേഡ്, സോൾവ് ചെയ്യുന്ന മെത്തേഡ് ചെറിയൊരു വ്യത്യാസമുള്ളൂ. സൊല്യൂഷൻ ഇങ്ങനെയാണ്. സൊല്യൂഷൻ നേരത്തെയുള്ള സൊല്യൂഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഹോമോജീനിയസിന് ഇത് മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ പി ഓഫ് എക്സ്, ക്യാപിറ്റൽ പി ഓഫ് എക്സ് ഉണ്ട്. ഇത് നമ്മുടെ പി ഓഫ് എക്സ് അല്ല കേട്ടോ, സ്മോൾ പി ഓഫ് എക്സ് അല്ല, ഇത് ക്യാപിറ്റൽ പി ഓഫ് എക്സ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട വേറൊരു പി ഓഫ് എക്സ് ആണ്. രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത്. പി ഓഫ് എക്സ് ഇത് കണ്ടുപിടിക്കാൻ തന്നെ വേണം. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞ ജി ഓഫ് എക്സ് വൈ നേരത്തെ പോലെ തന്നെ ഗ്രീൻ ഫംഗ്ഷനാണ്. പക്ഷേ നേരത്തെ പോലെ ഗ്രീൻ ഫംഗ്ഷൻ കാണണമെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ ഹോമോജീനിയസ് ആയിരിക്കണം. അപ്പോൾ എന്ത് നോൺ ഹോമോജീനിയസ് തന്നാലോ അതെന്തായാലും ഹോമോജീനിയസ് ആയിട്ട് എടുക്കുക. ഈക്വൽ ടു വൺ എന്നാ തന്നെങ്കിൽ ഈക്വൽ ടു സീറോ ആക്കി എടുക്കുക. ഇത് ജി കാണാൻ വേണ്ടി മാത്രം ഹോമോജീനിയസ് ആയിട്ട് കണ്ടീഷൻ എടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ജി കണ്ടുപിടിക്കുക. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ്. ജി ഇവിടെയുള്ള ജി എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് കണ്ടീഷനാക്കി എടുക്കുക. തന്നില്ല നോൺ ഹോമോജീനിയസ് ആയിരിക്കും, പക്ഷേ ഈക്വൽ ടു സീറോ ആക്കി രണ്ടും എടുത്തിട്ട് നമ്മൾ നേരത്തെ പോലെ ജി കണ്ടുപിടിക്കുക. പക്ഷേ പി കണ്ടുപിടിക്കുന്ന നേരം തന്നിട്ടുള്ള കണ്ടീഷൻ തന്നെ എടുക്കണം. നോൺ ഹോമോജീനിയസ് ആയിട്ട് തന്നിട്ടുള്ള കണ്ടീഷൻ തന്നെ എടുത്തിട്ട് ഇത് തന്നെ സിയും ഡിയും തന്നെ എടുത്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഏതിൻ്റെ സൊല്യൂഷൻ? എൽ വൈ ഈക്വൽ ടു സീറോൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇതാണ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് വരാം. പ്രോബ്ലം ഇതാണ്. വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 1, വൈ ഓഫ് സീറോ ഈക്വൽ ടു സീറോ, വൈ ഓഫ് എൽ ഈക്വൽ ടു 1. കണ്ടോ, ഇവിടെ 1 ആയി. ഒന്ന് സീറോ ആണ്, മറ്റേ 1 ആയി. അപ്പോൾ നോൺ ഹോമോജീനിയസ് ആണ്. ഏതൊക്കെ ഒന്ന് നോൺ സീറോ ആയ പിന്നെ വാല്യൂ നോൺ സീറോ ആയ പിന്നെ നോൺ ഹോമോജീനിയസ് ആയി. അതിൽ കൺവേർട്ട് ചെയ്യേണ്ട ഇൻ്റഗ്രൽ ഇക്വേഷനിലേക്കാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോൺ ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷനാണ്. സൊല്യൂഷൻ ഇതാണ് വരിക, ഈ തരത്തിലാണ് സൊല്യൂഷൻ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം പി ഓഫ് എക്സും ഇത് കാണണം. അവിടെ എ എന്ന് പറഞ്ഞാൽ സീറോ ആണ്, പി എന്ന് പറഞ്ഞാൽ എൽ ആണ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗ്രീൻ ഫംഗ്ഷൻ കാണണം, അതിനുശേഷം ഇതും കാണണം. രണ്ടാമത്തെ കാര്യം പി ഓഫ് എക്സും കാണണം, എന്നാലേ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഗ്രീൻ ഫംഗ്ഷൻ കാണുന്ന മെത്തേഡിൽ എന്താണ് ഇതാവുക. അപ്പോൾ ഇതിനെന്ത് ചെയ്യണത് കാണാൻ വേണ്ടി ബൗണ്ടറി കണ്ടീഷൻ ഹോമോജീനിയസ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈക്വൽ ടു 1 എന്നാ തന്നെ സീറോ തന്നെ എടുക്കണം. അപ്പോൾ 2 സീറോ ആയി വന്നു. എന്നിട്ട് നേരത്തെ പോലെ തന്നെ, പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ അല്ലേ? കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ക്വസ്റ്റ്യൻ എങ്കിൽ ദ പ്രോബ്ലം ഈസ് ടു ഫൈൻഡ് ഇൻ്റഗ്രൽ ഇക്വേഷനാണ്. അപ്പോൾ ഫൈ എങ്ങനെ എടുക്കണം? കണ്ടെയ്നിങ് വൈ എടുക്കണം. അപ്പോൾ നമ്മൾ ഫൈ എക്സ് വൈ മൈനസ് 1 എന്ന് എടുക്കണം. അപ്പോൾ ബാക്കി അറിയാലോ, ബാക്കി ഇതായിരിക്കും വൈ ഡബിൾ ഡാഷ്. അപ്പോൾ എൽ വൈ എന്നുള്ള വൈ ഡബിൾ ഡാഷ് ആയിരിക്കും. അപ്പോൾ പി 1 ആയിരിക്കും, പി 1 ആയിരിക്കും. ഓക്കെ, അതൊക്കെ ഇവിടുന്ന് കിട്ടും. നേരത്തെ പോലെ തന്നെ, ഇതിനൊന്നും പിന്നെ കാര്യമില്ല. നേരത്തെ പോലെ തന്നെ വർക്കൗട്ട് ചെയ്താൽ മതി. നേരത്തെ പോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്താവും നോക്കാം. ജി എന്ത് കിട്ടും നോക്കാം. ജസ്റ്റ് ആ നോട്ട്സിലൂടെ ഒന്ന് പാസ് ചെയ്യുക. ഒക്കെ ഒന്ന് വിശദമായി നോക്കിയാൽ നമ്മൾ നേരത്തെ അതേ മെത്തേഡാണ്, അതേപോലെ ജി ഇത് കിട്ടും. അതിന് നമ്മുടെ ഉദ്ദേശം പി ഓഫ് എക്സ് കാണുകയാണ്.
അപ്പോൾ പി ഓഫ് എക്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? LY = 0 എന്ത് തന്നിട്ടുള്ള കണ്ടീഷൻ തന്നെ എടുക്കണം, 0 1 തന്നെ എടുക്കണം. LY = 0. നേരത്തെ 2 യും വിയും കാണുന്നത് ഇവിടെ പി ഓഫ് എക്സ് മാത്രമേ ഉണ്ടായി. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ഒരു സൊല്യൂഷൻ പി ഓഫ് എക്സ് കിട്ടണം, അത് ചെയ്യണം. ഓക്കെ, അപ്പോൾ LY എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് = 0 എന്ന് പറഞ്ഞാൽ y(c1 + c2x) ആണ് നമുക്ക് നേരത്തെ കിട്ടി. LY = 0 സോൾവ് ചെയ്താൽ y(c1 + c2x) നേരത്തെ സ്റ്റെപ്പ് തന്നെ കിട്ടി. ഇനി അത് വീണ്ടും ചെയ്യാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇനി പക്ഷേ കണ്ടീഷൻ ഇതാണ്, മാറി. y(0 = 0 ആവണം. അപ്പോൾ c1 × c2 × 0 0 ആവണം. അപ്പോൾ എന്ത് ചെയ്യണം? c2 1 ആവാം, c1 0 ആവാം. വേണ്ട, എനിവേ സോൾവ് ചെയ്യണം. സോറി, അതിപ്പോൾ അങ്ങനെ എടുത്തുവിടാമല്ലോ. അപ്പോൾ ഇത് ഒരു കണ്ടീഷൻ ഇതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ y(l) = 1 ആണ്. അപ്പോൾ c1 × c2 1 ആവും. അപ്പോൾ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് c1 c2 കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ c1 = 0, രണ്ടാമത്തെ ഇക്വേഷൻ c1 0 ആയിപ്പോയല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ c2l = 1 ആയി. അപ്പോൾ c1 = 0 ആണ് ആദ്യത്തെ ഇക്വേഷൻ ഡയറക്റ്റ്. രണ്ടാമത്തെ ഇക്വേഷൻ c1 = 0 കൊടുക്കുമ്പോൾ c2l = 1 ആയി. അപ്പോൾ c2 1/l ആയി. c1 = 0, c2 1/l ആയി. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ y കിട്ടും. y = 0 + c2 × അത് 1/l × x, അല്ലെങ്കിൽ x/l ആണ് y. അപ്പോൾ ഈ സൊല്യൂഷനാണ് നമ്മൾ പി ഓഫ് എക്സ് എടുക്കുന്നത്, പി ഓഫ് എക്സ് s/l. അപ്പോൾ സൊല്യൂഷൻ ചെയ്താലോ? y of x = p of x + ഇൻ്റഗ്രേറ്റ് ബി g of xi y of xi dxi. ഓക്കെ, അത്തരത്തിൽ സൊല്യൂഷൻ എഴുതാം, x/l. പിന്നെ ഇത് രണ്ടെണ്ണാക്കി മാറ്റണം. ഇത് സൈ y of xi ഇൻ്റഗ്രേഷൻ, മറ്റേത് വേറെ തന്നെ എഴുതണം. എന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതിനെ നമുക്ക് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യണം. 0 to x ഉം x to l ആക്കുക. അതിനുള്ള ആവശ്യമുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സിംപ്ലിഫിക്കേഷൻ, സാധാരണ പോലെയുള്ള സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നോക്കുക. ഇതാണ് ആൻസർ വരിക, അങ്ങനെ വരും. ഇത്ര വരെ, ഇതാണ് ആൻസർ വരിക. അപ്പോൾ ഇത് ഒക്കെ നിങ്ങളൊന്ന് നോട്ടിലൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ചെക്ക് ചെയ്യാം. എനിവേ സിംപ്ലിഫിക്കേഷനൊന്നും വലിയ കാര്യമില്ല, നിങ്ങൾ ഏകദേശം റിസൾട്ട് എത്തിയാൽ മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്. നോൺ ഹോമോജിനിയസ് കണ്ടീഷൻ y(0 1 y'1 0 ആണ്. ഓക്കെ, കണ്ടീഷനാണ് ഇത്. നമ്മൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ, ഇതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റും. ഇതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാം. ഇനിയും 2-3 പ്രോബ്ലംസ് ഇതേപോലെ തന്നെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്നത് നോട്ട്സിലൂടെ നോക്കുക, കഴിവതും വെറുതെ നോക്കിയാൽ പോരെ, ഒന്നിങ്ങനെ അതേ സമയത്ത് തന്നെ ഒരു പേപ്പറിൽ വർക്കൗട്ട് ചെയ്ത് നോക്കണം. എന്തായാലും നമ്മൾ ഇത്രയും ഭാഗത്ത് തന്നെ നമുക്ക് എന്തായാലും ഷുവറായിട്ടൊരു 10-20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി കുറച്ച് ഭാഗം കൂടി എടുത്താൽ നമുക്ക് ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലെത്താം. കുറച്ച് ഭാഗം കൂടി ഉണ്ട്, കുറച്ച് പ്രയാസമുള്ള ഭാഗങ്ങളാണ്, കുറച്ച് ഭാഗം കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ എനിവേ നമ്മളിപ്പം ഈ ഡിസ്കസ് ചെയ്ത ഗ്രീൻ ഫങ്ഷൻസിൻ്റെ ഒരു സമ്മറിയാണ് ഞാനിവിടെ ഈ ചാർട്ട് കാണിച്ചത്. ഇതാണ് ഇക്വേഷൻ, ഇത് സോൾവ് ചെയ്യാണ് യൂസിങ് ഗ്രീൻ ഫങ്ഷൻ. അപ്പോൾ 2 കേസ് വരും. ഹോമോജീനിയസ് കണ്ടീഷനിൽ